ലിയോയുടെയും എൻട്രിയും കൈദി റെഫറൻസും ഒക്കെ പ്രതീക്ഷിച്ചു പോയി ലിയോ കണ്ട ഒരുപാട് പേർക്ക് തിരിച്ചിറങ്ങുമ്പോൾ വലിയ നിരാശയുണ്ടായിരുന്നു. ആദ്യ ഷോ പുലർച്ചെ 4 മണിക്ക് കാണാൻ പോയവരുടെ റിവ്യൂ അല്പം നെഗറ്റീവുമായിരുന്നു. എന്നാൽ പിന്നീട് ചിത്രത്തിന് വന്ന പ്രതികരണങ്ങളിൽ പോസിറ്റീവും നെഗറ്റീവും ഒരുപോലെ ഉണ്ടായിരുന്നു. മൊത്തം നോക്കിയാൽ സമ്മിശ്ര പ്രതികരണങ്ങളാണ് ലിയോ എന്ന വിജയ് ചിത്രം നേടിയത്. നെഗറ്റീവ് റിവ്യൂ വന്നാൽ പോലും ഒരു മിനിമം 200 കോടി ക്ലബിൽ കയറുന്ന ശീലമാണ് ഇപ്പോൾ ദളപതി ചിത്രങ്ങൾക്കുള്ളത്. വാരിസിലൂടെയും ബീസ്റ്റിലൂടെയുമെല്ലാം ഈ കണക്ക് പ്രേക്ഷകർ കാണുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ സമ്മിശ്ര പ്രതികരണം വന്ന ഒരു ചിത്രം എന്തായാലും കോടിക്കിലുക്കത്തിൽ തന്നെയായിരിക്കും തിയേറ്റർ വിടുക എന്നുറപ്പാണ്. ലിയോയുടെ കാര്യത്തിലും അത് തന്നെ സംഭവിച്ചു. 600 കോടിയോളമാണ് ചിത്രം ആഗോളതലത്തിൽ നേടിയത് എന്നാണ് പുറത്തു വന്നിരുന്ന വിവരം. ഒരു പക്ക ലോകേഷ് കനകരാജ് ചിത്രം കാണാൻ വന്ന പ്രേക്ഷകർക്ക് ഫ്ലാഷ് ബാക്ക് സ്റ്റോറിയാണ് വർക്കാവാതെ പോയതെന്ന് പലരും അഭിപ്രായപ്പെടുകയും ചെയ്തു. സാധാരണ ഒരു വിജയ് ചിത്രത്തിൽ ഉണ്ടാകുന്ന മാസ് മസാല സ്റ്റോറി ലോകേഷിന്റെ ചിത്രത്തിൽ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതായിരുന്നു കൂടുതൽ പേരുടെയും ആ സമയത്തെ അഭിപ്രായം. എന്നാൽ ആരാധകരെ തൃപ്തിപ്പെടുത്താനായി അത്തരം ചില രംഗങ്ങൾ കൂടി കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് എന്ന അഭിപ്രായവും ഒരു വശത്ത് വന്നിരുന്നു. എന്തായാലും LCU ചിത്രങ്ങൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് ഇപ്പോഴും ആരാധകർ തുടരുകയാണ്. കൈദി 2, ലിയോ 2, റോളക്സ് സ്പിൻ ഓഫ്, വിക്രം 2 എന്നിങ്ങനെ നിരവധി ചിത്രങ്ങളാണ് ലോകേഷിന്റെ ലൈനപ്പിൽ ഇപ്പോഴുള്ളത്. ഇതിനൊക്കെ മുൻപായി ഒരു ഷോർട്ട് ഫിലിം കൂടി എത്താനുമുണ്ട്. ഈ ചിത്രങ്ങൾക്കായി ആരാധകർ വെയിറ്റ് ചെയ്യുന്ന സമയത്താണ് ഇപ്പോൾ വിജയുടെ അച്ഛനായ SA ചന്ദ്രശേഖരന്റെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമാകുന്നത്. ഇന്നത്തെ കാലത്ത് താരങ്ങൾക്ക് വേണ്ടിയാണ് സിനിമകൾ ഉണ്ടാകുന്നത് എന്നും തിരക്കഥയ്ക്ക് ആരും വേണ്ടത്ര പ്രാധാന്യം നൽകുന്നില്ല എന്നുമുള്ള വിമർശനമാണ് ചന്ദ്രശേഖരൻ നടത്തിയിരിക്കുന്നത്. ഒപ്പം ചെറിയ വിമർശനങ്ങൾ പോലും ഉൾക്കൊള്ളാൻ പല സംവിധായകരും തയ്യാറാകുന്നില്ല എന്നൊരു പരാമർശം കൂടി അദ്ദേഹം നടത്തിയിട്ടുണ്ട്. സമീപകാലത്ത് റിലീസായ ഒരു ചിത്രം റിലീസിന് 5 ദിവസം മുമ്പ് തനിക്ക് കാണാൻ അവസരം ലഭിച്ചുവെന്നും ആ ചിത്രത്തിന്റെ സംവിധായകനോട് ഫസ്റ്റ് ഹാഫ് ഗംഭീരമാണെന്ന് താൻ പറഞ്ഞതായും അദ്ദേഹം പറയുന്നുണ്ട്. നിങ്ങളെപ്പോലുള്ള സംവിധായകരിൽ നിന്ന് ഫിലിം മേക്കിംഗ് എന്താണെന്ന് മറ്റുള്ളവർ പഠിക്കേണ്ടതുണ്ടെന്നും ഒപ്പം ചില പ്രശ്നങ്ങൾ കൂടി ചൂണ്ടിക്കാണിക്കാനുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ചിത്രത്തിന്റെ സെക്കൻഡ് ഹാഫിൽ ചില ചടങ്ങുകൾ കാണിക്കുന്നുണ്ട്. കൂടുതൽ പണവും പ്രശസ്തിയും ഒക്കെ ഉണ്ടാകുന്നതിന് വേണ്ടി സ്വന്തം അച്ഛൻ കുഞ്ഞുങ്ങളെ ബലി കൊടുക്കുന്നത് ഒരിക്കലും വിശ്വസനീയമല്ല എന്നതാണ് ചന്ദ്രശേഖരൻ സംവിധായകനോട് പറയാൻ ശ്രമിച്ചത്. ആ ഭാഗം ചിലപ്പോൾ ഫ്ലോപ്പ് ആവാൻ സാധ്യതയുണ്ടെന്നും സൂചന നൽകിയപ്പോൾ മുഴുവൻ കേൾക്കാതെ ഫോൺ വെക്കാനാണ് സംവിധായകൻ തീരുമാനിച്ചത് എന്നും ഇപ്പോൾ തിരക്കുണ്ട്, പിന്നീട് വിളിക്കാം എന്ന് പറഞ്ഞ് വെച്ചിട്ട് പോയ ആ സംവിധായകൻ പിന്നീട് വിളിച്ചതേയില്ല എന്നും ചന്ദ്രശേഖരൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇത്തരത്തിൽ ചെറിയ വിമർശനങ്ങൾ പോലും എടുക്കാൻ സാധിക്കാത്ത സംവിധായകരുണ്ട് എന്നാണ് ചന്ദ്രശേഖരൻ വ്യക്തമാക്കുന്നത്. ഒപ്പം തുപ്പാക്കി എന്ന ചിത്രത്തിന്റെ സംവിധായകനെ പ്രശംസിച്ചുകൊണ്ടുള്ള ചില കാര്യങ്ങളും അദ്ദേഹം പറയുന്നുണ്ട്. സ്ലീപ്പർ സെൽ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് എല്ലാ പ്രേക്ഷകർക്കും ഒരുപോലെ മനസ്സിലാകണമെന്നില്ല എന്നൊരു ഉപദേശം സംവിധായകന് താൻ കൊടുത്തിരുന്നുവെന്നും അത് ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പോർട്രേ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുമാണ് ചന്ദ്രശേഖരൻ പറയുന്നത്. ചെന്നൈയിൽ വെച്ച് നടന്ന ഒരു ഫിലിം ലോഞ്ചിങ്ങിന്റെ ഭാഗമായുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലാണ് ഈ 2 പരാമർശങ്ങളും ഉള്ളത്. ആദ്യത്തേതിൽ ലോകേഷിന്റെ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും അദ്ദേഹം ഉന്നയിക്കുന്ന വിമർശനങ്ങൾ ഏത് സിനിമയുടേതാണെന്നും ഏത് സംവിധായകനെ കുറിച്ചാണെന്നും വ്യക്തമാണ് എന്നുള്ള കമന്റുകളാണ് ഈ വീഡിയോയ്ക്ക് താഴെ വരുന്നത്.